ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഹോണ്ടഡ് ചർച്ചിലേക്കാണ്. ആ ചർച്ചിന്റെ പേരാണ് ത്രീ കിങ്സ് ചർച്ച് കാൻസൗലിയം. അതിന്റെ പോർച്ചുഗീസ് നെയിം എന്ന് പറയുന്നത് റെയ്സ് മാഗോസ് എന്നാണ്. കാരണം ഇത് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസ് ആണ് 1555. അപ്പോ ഇത് എന്താണ് ഹോണ്ടഡ് ചർച്ച്? നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവില്ലേ, എന്താണ് ആ ചർച്ചിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന്? അതെ, നിങ്ങൾ സംശയിച്ചതുപോലെ തന്നെ കറക്റ്റ് ആണ്. ഈ പള്ളിയുടെ പരിസരത്തായിട്ട് പലരും പ്രേതത്തിന്റെ ആ ഒരു പ്രസൻസ് കണ്ടിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ അതേപോലത്തെ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഈ ചർച്ചിനെ പറ്റി ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചില് ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രീസ്റ്റിനെ നമ്മളുടെ ഒരു ലോക്കൽ ഗോവൻ കൊലപ്പെടുത്തിയെന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ആ പ്രീസ്റ്റിന്റെ ഒരു ഗോസ്റ്റ്, ഒരു പ്രേതം ഇവിടെ കറങ്ങി നടപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല കേട്ടോ, ഇത് സത്യമാണ്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും തമാശയായിട്ടോ അങ്ങനെയൊക്കെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഗോവ ത്രീ കിങ്സ് ചർച്ച് എന്ന് കൊടുത്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വരും, എന്താണ് ഇതിനെ ഹോണ്ടഡ് എന്ന് വിളിക്കാൻ കാരണം എന്നൊക്കെ വരും. ഇവിടെ പറയപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടൂറിസ്റ്റുകളും വിസിറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ അവർക്ക് എല്ലാവർക്കും ഒരു ഒരു പ്രസൻസ് ഉണ്ടാവുന്ന പള്ളി ഓപ്പൺ ആയിരുന്ന ടൈമിൽ കേട്ടോ. ഇപ്പൊ പള്ളി ഓപ്പൺ അല്ല, പള്ളിയിലൂടെ അകത്തോട്ട് നമ്മൾ വിസിറ്റേഴ്സ് ഒന്നും ഇങ്ങനെ കയറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിന്റെ അതറിയത്തില്ല. ഞങ്ങളിപ്പോ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ ഒരിത്തിരി പേടിപ്പെടുത്തുന്നതാണ്. കാരണം ഇവിടെ അപ്പുറത്തുപ്പുറത്തൊക്കെ നിറച്ച് കാടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നും അതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ. പക്ഷെ ഇതുവരെ അല്ലാതെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ടൈം വരെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളത് ഈവനിങ് 6 o'clock വരെയാണ്. അതിനുശേഷം വിസിറ്റേഴ്സിന് അലൗഡും അല്ല. അപ്പോ അധികം ആൾക്കാരൊന്നും വരാറുമില്ല. ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടത്തെ ഈ വ്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ അങ്ങേയറ്റത്ത് കാണുന്നതില്ല, അതൊരു കടലാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഡിസംബറിൽ മഞ്ഞുവീഴ്ച ഉള്ളതുകൊണ്ട് നമുക്ക് ആ കടല് മര്യാദയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് കടലാണ് ആ അറ്റത്ത് കാണുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇതേ സമയം കഴിഞ്ഞ തവണ വന്ന് വീഡിയോ എടുത്തപ്പോൾ നമുക്ക് ആ കടലും തിരമാലയൊക്കെ ശരിക്കും മനസ്സിലായതാണ് അറ്റത്ത്. ഇതിപ്പോ മനസ്സിലാവില്ല, മഞ്ഞുണ്ട്, കോട വീഴുന്നുണ്ട്. അപ്പോ ഇതാണ് ഈ പള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. അപ്പോ ഈ പള്ളിക്ക് ത്രീ കിങ്സ് ചർച്ച് എന്ന് പേര് വരാൻ കാരണം നമ്മുടെ ഈശോ ജനിച്ചപ്പോ 3 പുരോഹിതന്മാര് പോയി കണ്ടു എന്നാ പറയുന്നത്. ആ പുരോഹിതന്മാരുടെ പേരിലാണ് ഈ ചർച്ച് അറിയപ്പെടുന്നത്. അതാണ് ത്രീ കിങ്സ് ചർച്ച് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഒരു ഉറപ്പാണോ, ആരും അങ്ങനെ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലാത്തൊരു പള്ളിയാണ്. ആരും കേട്ടറിവും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ വീഡിയോയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പള്ളിയുണ്ട് ഗോവയില്, ഈ പള്ളിക്ക് ഇങ്ങനെ ഒരു ചരിത്രവും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരണം കേട്ടോ. വരുമ്പോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇവിടുത്തെ ആ ഒരു പള്ളിയുടെ ചുറ്റുമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞ ഒരു ഹോണ്ടഡ് ഫീലിംഗ് നമുക്കത് കാണുമ്പോൾ തന്നെ തോന്നും. പിന്നെ ചർച്ചിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതില്ല, പ്രവേശനമില്ല, കാരണം അത് ക്ലോസ്ഡ് ആണ്. ബാക്കി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഹിസ്റ്റോറിക് ചർച്ച് തന്നെയാണ് ഈ ചർച്ച്. ഇതൊന്ന് തുറന്നും കൂടി കാണിച്ചിരുന്നെങ്കിൽ നമുക്കും കൂടി ഒന്ന് അറിയായിരുന്നു അല്ലെ, എങ്ങനെയൊക്കെയാണ് ആ പ്രസൻസ് ഒന്നും അറിയായിരുന്നു. കുറെ വിസിറ്റേഴ്സ് ഇവിടെ പണ്ട് ഇങ്ങനത്തെയൊക്കെ ഈ പള്ളിയുടെ ഉള്ളിൽ ചെന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നു, പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ തള്ളിയിടുന്നതായിട്ടൊക്കെ തോന്നുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ നെക്സ്റ്റ് ഗോവ ട്രിപ്പിൽ എന്തായാലും നിങ്ങൾ ഈ ചർച്ച ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ. കാണാൻ ആഗ്രഹമുള്ള ആൾക്കാര്. കുറെയൊക്കെ ഗോവ കണ്ട് ബീച്ചസ് ഒക്കെ കണ്ട് മടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് മടുക്കൂലെന്ന് അറിയാം. എന്നാലും അവർക്ക് ഒരു ന്യൂ പ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേസസ്, കുറെ ഹിസ്റ്റോറിക് പ്ലേസസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഗോവയിൽ. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തത് ഇങ്ങനെ മറ്റേ മരമില്ലേ, തൂങ്ങാൻ പറ്റുന്ന മരം, ആ മരത്തിലൊന്ന് തൂങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷെ എനിക്ക് പറ്റിയില്ല, കാരണം അവിടെ 2-3 ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പോവാണ്. അപ്പോ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹോണ്ടഡ് ചർച്ചും അതിന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു കുക്കിംഗ് ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റേ എന്താ പറയാ ബേൽപുരിയാണ് കഴിച്ചത്. ജിത്തുന് ഇഷ്ടമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.